അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ദ ബ്രേവ് ന്യൂ വേൾഡ് പടം ഇറങ്ങിയിരിക്കുകയാണ്. ആക്ച്വലി ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതായത് ഈ പടം ഏതാണ്ട് പൊട്ടാൻ പോവാണെന്ന്. എന്തായാലും നമ്മുടെ ആ പ്രതീക്ഷ എന്തായാലും തെറ്റും തോന്നുന്നില്ല, ഈ പടം പൊട്ടുന്നില്ല തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വേണ്ടേ ഇതിൻ്റെ അകത്ത്? ഒന്നുമില്ലെന്നേ. ഇപ്പം ഹൾക്കില്ലാതെ ഒരു ഹൾക്കിൻ്റെ പടം എടുത്ത് എങ്ങനെ ഇരിക്കും? അത് ക്യാപ്റ്റൻ അമേരിക്ക ലീഡ് വെച്ചിട്ട്. അതാണ് ആക്ച്വലി ഈ പടം. അതായത് ഹൾക്കിനെ സംബന്ധിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സും സ്റ്റോറിയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ. പക്ഷേ അതിൽ ഹീറോ ആയിട്ടുള്ളതോ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക. അത് ഒന്നാമത്തെ മൈനസ് പോയിൻറ്റ്. എന്നാൽ ഹൾക്കിനെ കൊണ്ടുവരിക അതുമില്ല. എന്നാൽ ഇതിലെല്ലാവരും പ്രതീക്ഷിച്ച് പോകുന്നതോ ആ റെഡ് ഹൾക്കിനെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതൊന്നും മര്യാദയ്ക്ക് കാണിക്കുക. എല്ലാവരും വലിയ പ്രതീക്ഷ ഒന്നും വെച്ച് പോകണ്ട. നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുള്ളതിനേക്കാളും കുറച്ച് എക്സ്റ്റെൻഡഡ് കട്ടൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് അതിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാനും പോകുന്നില്ല. സോ അത് വിചാരിച്ച് ഈ പടത്തിന് പോകാൻ നിൽക്കണ്ട. $300 മില്യൺ, റീഷൂട്ട് ചെയ്ത് ഏതാണ്ട് മൊത്തം $300 മില്യൺ ഒക്കെ ചിലവാക്കിയിട്ട് ഈ പടം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതായത് എങ്ങനെ നോക്കിയാലും ഈ പടം ഒരു $700 മില്യൺ എങ്കിലും നേടിയാൽ മാത്രമേ പടം നഷ്ടത്തിലല്ലാതെ ഈ പടം മാർവലിന് പ്രോഫിറ്റ് കാറ്റഗറി പോലും എത്തത്തില്ല, പടം നഷ്ടമാവാതിരിക്കത്തുള്ളൂ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 500 മില്യൺ പോലും ഈ പടം തികയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രെയിലറിലൊക്കെ കാണിച്ചിട്ടുണ്ടാവുക നമ്മുടെ ഹാരിസൺ ഫോർഡിൻ്റെ വില്ലൻ, റെഡ് ഹൾക്കിനെ ഒരു മെയിൻ വില്ലനെ പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലട്ടാ. ഞാൻ ഈ പറയുന്നതൊക്കെ സ്പോയിലറായിട്ട് നിങ്ങൾക്ക് തോന്നും. സ്പോയിലറായിട്ടും കാര്യമില്ല, കാരണം ഇതൊക്കെ തന്നെയുള്ളൂ പടത്തിൽ. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഹാരിസൺ ഫോർഡ് ചെയ്യുന്ന തണ്ടർബോൾട്ട് റോസ് എന്ന് പറയുന്ന ക്യാരക്ടർ അത്ര ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് തോന്നുന്നില്ല. കാരണം ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻക്രെഡിബിൾ ഹൾക്കിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ ആൾ മരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഹാരിസൺ ഫോർഡിനെ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു രീതിക്ക് നമ്മുടെ ഹാരിസൺ ഫോർഡിൽ എത്താൻ പറ്റാത്തതാണോ അല്ലെങ്കിൽ പുള്ളി ശ്രമിക്കാത്തതാണോ എന്നറിയില്ല. എന്തായാലും അത് വർക്കൗട്ടായിട്ടില്ല. പിന്നെ ആക്ഷൻ സീക്വൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുന്നത് തന്നെ ഹാൻഡ് ടു ഹാൻഡ് ആയിട്ടുള്ള ആ റോ ഫൈറ്റാണ്. ഇതിൽ ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഫുള്ള് പറന്നും ചാടി തന്നെയാണ്. പക്ഷേ ആ ഒരു ക്യാപ്റ്റൻ അമേരിക്കയുടെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് നമുക്കിതിൽ ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. ചുരുക്കം പറയുകയാണെങ്കിൽ ഒരു 10ൽ 3 വേണമെങ്കിൽ കൊടുക്കാം, ആലോചിച്ചിട്ടൊക്കെ. സോ നിങ്ങളെല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം. ഈ പടം കണ്ടിട്ടില്ലെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. ഒരു മാർവൽ ഫാൻ എന്ന നിലയ്ക്ക് ഇത് പറയാൻ സങ്കടമുണ്ട്, എന്നാലും പറയുക, പടം വലിയ രസമൊന്നുമില്ല, ഒരു ആവറേജ് പടം.